ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 61 അധ്യായം സൂറത്തു സ്വഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 5 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 6ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയായിട്ടുള്ള ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം, എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന്. മാത്രവുമല്ല, ആ ആളുകൾ തെറ്റായ വഴിയിലൂടെ നീങ്ങാൻ വേണ്ടി സ്വയം തീരുമാനമെടുത്ത സമയത്ത് അവരെ അള്ളാഹു ആ വഴിയിലൂടെ വിട്ടു. സത്യം മനസ്സിലാക്കിയിട്ടും അതിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടാത്ത സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ അള്ളാഹു നിർബന്ധപൂർവം സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കി. ശേഷം അള്ളാഹു പറയുന്നു, വഇദ് ഖാല ഈസ ഇബ്നു മറിയമ. വഇദ് ഖാല, ഇതേ പദപ്രയോഗം തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ തുടക്കത്തിലും വന്നു. ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം. അതിൻ്റെ മുമ്പിൽ ഉദ്കുർ, നീ ഓർക്കണം എന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് കാല, പറഞ്ഞ സന്ദർഭം. കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇത് കാല പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നാണ് ഉദ്ദേശം. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്, അത് ഇസ്തിനാഫിയുടെ വാവ. കാരണം ഒരേ വിഷയമാണ് പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തൊട്ട് മുമ്പത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമായിരുന്നു. ഇനി മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ വേർതിരിക്കാനുള്ള വാവ്, ഇസ്തിനാഫിയുടെ വാവ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. അപ്പോൾ വഇദ് ഖാല, പറഞ്ഞ സന്ദർഭം. ആര്? ഈസ ഇബ്നു മറിയമ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്നു മറിയമ, ഇബ്നു എന്ന് പറഞ്ഞാൽ മകൻ. ആരുടെ മകൻ? മറിയമ, മറിയമിൻ്റെ മകൻ. മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്താണ് അദ്ദേഹം പറഞ്ഞത്? യാ ബനി ഇസ്രാഈല. യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ്, അദാത്തിനിദ എന്ന് പറയും. ബനി, ഇബ്നു എന്ന് പറഞ്ഞാൽ മകൻ. ബനൂന, അബ്നാ എന്നൊക്കെ പറയുമ്പോൾ മക്കൾ. ഈ ബനൂന എന്നുള്ളത് ജെറോ അല്ലെങ്കിൽ നെസ്ബോ കിട്ടുന്ന സന്ദർഭങ്ങളിൽ ബനീന എന്നായിട്ട് മാറും. അതിൻ്റെ മുമ്പിൽ യാ വരുമ്പോൾ യാ ബനി, സന്തതികളെ, മക്കളെ എന്നുള്ള അർത്ഥത്തിൽ. ഇസ്രാഈല, ഇസ്രായേലിൻ്റെ. അപ്പോൾ യാ ബനി ഇസ്രാഈല, ഇസ്രായേൽ സന്തതികളെ. ഇന്നി, നിശ്ചയമായും ഞാൻ. ഇന്ന എന്നുള്ളതിൻ്റെ കൂടെ ഒരു യാ മുത്തക്കല്ലിം ചേർന്നു. അപ്പോൾ ഇന്നി, നിശ്ചയമായും ഞാൻ, തീർച്ചയായും ഞാൻ. റസൂലുല്ലാഹി ഇലൈക്കും, ഇതേ പദപ്രയോഗം തൊട്ട് മുമ്പത്തെ ആയത്തിലുണ്ട്. റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ ദൂതനാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ. റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ ദൂതൻ. ഇലൈക്കും, നിങ്ങളിലേക്കുള്ള. മുസദ്ദിഖൻ, മുസദ്ദിഖൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട് അല്ലെങ്കിൽ ശരിവെക്കുന്നവനായിക്കൊണ്ട്. അതൊരു ഹാലിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ് മുസദ്ദിഖൻ. അപ്പോൾ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. എന്തിനെ? ലിമാ ബൈന യദയ്യ, ലിമാ ബൈന യദയ്യ. യദുൻ എന്ന് പറഞ്ഞാൽ കൈ, യദാനി രണ്ട് കൈകൾ. അത് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപം കിട്ടുമ്പോൾ യദൈനി എന്നാവും, രണ്ട് കൈകൾ. യദൈനി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ യാ മുത്തകല്ലിയും ചേരുമ്പോൾ, അതായത് എൻ്റെ രണ്ട് കൈകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് യദയ്യ എന്ന് പറയും. എൻ്റെ രണ്ട് കൈകൾ. എൻ്റെ രണ്ട് കൈകൾക്കിടയിൽ എന്നുള്ളതിന് ബൈന എന്ന് മുമ്പ് ചേർത്താൽ മതി. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നാണ് അർത്ഥം. ബൈന യദയ്യ, എൻ്റെ രണ്ട് കൈകൾക്കിടയിൽ. മാ ബൈന യദയ്യ, എൻ്റെ രണ്ട് കൈകൾക്കിടയിലുള്ളതെന്തോ അത്, അല്ലെങ്കിൽ ഉള്ളത്. മാ എന്ന് പറഞ്ഞാൽ അത്. ലിമാ ബൈന യദയ്യ, ലീ എന്ന് പറയുമ്പോൾ അതിനെ,
ലിമാ ബൈന യദയ്യ, എൻ്റെ രണ്ട് കൈകൾക്കിടയിലുള്ളതിനെ. ശരിക്ക് അർത്ഥം അങ്ങനെയാണെങ്കിലും അത് അറബിയിലൊരു പദപ്രയോഗമാണ്. ലിമാ ബൈന യദയ്യ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത്, രണ്ട് കൈകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഭാഗമാണല്ലോ. അപ്പോൾ എൻ്റെ മുമ്പിലുള്ളതിനെ എന്നാണ് ഉദ്ദേശം ഒന്നിച്ചർത്ഥം പറയുമ്പോൾ. മിന തൗറാത്തി, തൗറാത്താകുന്ന അല്ലെങ്കിൽ തൗറാത്തിൽ നിന്ന്. മിൻ എന്നുള്ളതിനവിടെ അർത്ഥം കൊടുക്കാതെ അത് സായിദായിട്ട് വന്നിട്ടുള്ള മിൻ എന്നുള്ള രൂപത്തിൽ പറയാം. അപ്പോൾ മിന തൗറാത്തി, തൗറാത്തിനെ തന്നെ അല്ലെങ്കിൽ തൗറാത്താകുന്ന. ഇനി അതിന് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ മിന തൗറാത്തി, തൗറാത്തിൽ നിന്ന്. വ മുബഷിറൻ, ബഷറ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിച്ചു എന്നാണ്. മുബഷിർ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ. വ മുബഷിറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും. അപ്പോൾ ആ മുസദ്ദിഖൻ എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ട് മഅ്തൂഫായിട്ടാണ് ഇത് വന്നത്. മുസദ്ദിഖൻ എന്ന് പറഞ്ഞു സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട്. വ മുബഷിറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും. എന്തിനെക്കുറിച്ചുള്ള സന്തോഷവാർത്ത? ബി റസൂലിൻ, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ. ബി റസൂലിൻ ഒരു ദൂതനെക്കുറിച്ച്, ഒരു ദൂതനെ പറ്റി. ആ ദൂതൻ എങ്ങനെയുള്ള ദൂതനാ? യഅ്തീ അദ്ദേഹം വരും. അതാ എന്ന് പറഞ്ഞാൽ ജാ എന്നുള്ള അർത്ഥമാണ്, വന്നു എന്നുള്ള അർത്ഥം. യഅ്തീ വരും അല്ലെങ്കിൽ വരുന്നു. ഇവിടെ വരും എന്നർത്ഥം. യഅ്തീ അദ്ദേഹം വരും അല്ലെങ്കിൽ വരുന്നവനായ. മിം ബഅദീ, ബഅദ് എന്ന് പറഞ്ഞാൽ ശേഷം. ബഅദീ എനിക്ക് ശേഷം. അതിൻ്റെ ഈ മുമ്പിലൊരു മിന്നുണ്ട്. അത് മിം ബഅദീ എന്നുള്ളതിന് ഒന്നിച്ചർത്ഥം എൻ്റെ ശേഷം എന്ന് പറയാം. ആ മിന്നിനെയും നേരത്തെ പറഞ്ഞ പോലെ സായിദായിട്ടുള്ള മിന്നായിട്ട് കൂട്ടാം. അത് ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി എൻ്റെ ശേഷം തന്നെ എന്നുള്ള രൂപത്തിൽ. മിൻ ബഅദി എനിക്ക് ശേഷം. ശരിക്ക് മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നാണ്. അപ്പോൾ എൻ്റെ ശേഷമിൽ നിന്ന് എന്ന് പറയേണ്ട ആവശ്യമില്ല മലയാളത്തിലാവുമ്പോൾ. എൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ മതി. ഇസ്മുഹു, ഇസ്മ് പേര്, ഇസ്മുഹു അദ്ദേഹത്തിൻ്റെ പേര്. അഹ്മദ്, അഹ്മദ് എന്നായിരിക്കും. ഫലമ്മ ജാഅഹും, ലമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ. തുടക്കത്തിലുള്ള ഫ ഇസ്തീനാഫിയുടെ ഫ ആണ്. പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്നിട്ട് എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ജാ അദ്ദേഹം വന്നു, ഹും അവർക്ക്. അപ്പോൾ ലമ്മ ജാ അദ്ദേഹം വന്നപ്പോൾ. ജാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നു. ലമ്മ ജാ അദ്ദേഹം വന്നപ്പോൾ. ഫലമ്മ ജാ എന്നിട്ട് അദ്ദേഹം വന്നപ്പോൾ. ഹും അവരിലേക്ക് അല്ലെങ്കിൽ അവർക്ക്. എന്നിട്ട് അദ്ദേഹം അവരിലേക്ക് വന്നപ്പോൾ. ബിൽ ബയ്യിനാത്തി എങ്ങനെയാണ് വന്നത്? ബിൽ ബയ്യിനാത്തി. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞവ. ബയ്യിനത്തുൻ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞത് എന്നാണ്. ബയ്യിനാത്ത് അതിൻ്റെ ബഹുവചനാണ്, തെളിഞ്ഞവ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്. ബിൽ ബയ്യിനാത്തി തെളിഞ്ഞവയും കൊണ്ട് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായി അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകളുമായി. ഖാലു ആ സമയത്ത് ഖാലു അവർ പറഞ്ഞു. ഖാല പറഞ്ഞു, ഖാലു അവർ പറഞ്ഞു. ഹാദ ഇത്, സിഹ്റുൻ ഇതൊരു ജാലയാണ്, മായാജാലമാണ് അല്ലെങ്കിൽ കബളിപ്പിക്കലാണ്. എങ്ങനെയുള്ള മായാജാലം? മുബീൻ വ്യക്തമായ. ഇതൊരു വ്യക്തമായ കബളിപ്പിക്കലാണ്, ഇത് വ്യക്തമായ മായാജാലമാണ്. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. വഇദ് ഖാല ഈസബിനു മറിയമ, മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. യാ ബനി ഇസ്രാഈല ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി, തൗറാത്തിൽ നിന്നും എൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. അതുമാത്രമല്ല വ മുബഷിറൻ ബി റസൂലിൻ യഅ്തി മിൻ ബഅദിസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനുള്ള അള്ളാഹുവിൻ്റെ ഒരു ദൂതനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് എന്നായിരിക്കും. ഫലമ്മ ജാഅഹും ബിൽ ബയ്യിനാത്തി ഖാലു ഹാദാ സിഹ്റും മുബീൻ, എന്നിട്ട് അദ്ദേഹം വ്യക്തമായ തെളിവുകളുമായി വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് വ്യക്തമായ മായാജാലമാണ്, ജാലമാണ് എന്നവർ പറഞ്ഞു. ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ വഇദ് ഖാല ഈസബിനു മറിയമ, മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഈസ എന്നുള്ള പദം, ആ ഒരു പേര് പരിശുദ്ധ ഖുർആനിൽ 25 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ 2 പ്രാവശ്യം ഈ സൂറത്തു സഫിലാണ്. ഇതിൻ്റെ മുകളിലേക്കുള്ള വലിയ സൂറത്തുകളിലാണ് ബാക്കിയുള്ള 23 പ്രാവശ്യം വന്നിട്ടുള്ളത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര്, അതായത് മൂസ എന്നുള്ള പേര് പരിശുദ്ധ ഖുർആനിൽ
136 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്ന പ്രവാചക പേര് അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സ്ത്രീനാമം അത് മറിയം ബീവിയുടേതാണ്. അതും ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. മറിയം എന്നുള്ള ആ ഒരു പേരും ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈസബിനു മറിയം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈസബിനു മറിയം, മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ എന്ന് പറഞ്ഞത്? സാധാരണഗതിയിൽ നമുക്കറിയാം ഒരാളുടെ പേര്, പ്രത്യേകിച്ച് അറബികളുടെ ആ ഒരു സമയത്തൊക്കെ തന്നെയും പിതാവിൻ്റെ പേരുമായിട്ട് ചേർത്താണ് പറയുക. പക്ഷേ ഈസബിനു മറിയം മാതാവിൻ്റെ പേരുമായിട്ട് ചേർത്തിട്ടാണ് ഇത് പറഞ്ഞത്. മാതാവിൻ്റെ പേരുമായി ചേർത്ത് അറിയപ്പെട്ട ഒരേ ഒരു പ്രവാചകൻ ഈ ഒരു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. ഇനി മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ എന്ന് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താണ്? അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു പ്രവാചകന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പിതാവില്ല. അള്ളാഹു ഒരു പ്രത്യേകമായ ദൃഷ്ടാന്തമായി കൊണ്ട് ജനിപ്പിച്ചതാണ്. അതായത് പിതാവില്ലാതെ ജനിപ്പിച്ചു. അങ്ങനെ ജനിപ്പിക്കാനും അള്ളാഹുവിന് കഴിയും. ആ രൂപത്തിൽ പിതാവില്ലാതെ ജനിച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാതാവിൻ്റെ പേരേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മാതാവിൻ്റെ പേര് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വിശദീകരണം, ഇവിടെ മറ്റ് ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോയ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിയ ആ സമൂഹം പിന്നീട് വ്യതിചലിച്ച് പോയി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൻ്റെ പുത്രനായിട്ടുള്ള ഈസ എന്നുള്ള രൂപത്തിൽ. അതിന് മറുപടി പറയുന്ന രൂപത്തിലാണ്, അല്ല മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ, അള്ളാഹുവിൻ്റെ പുത്രനല്ല മറിയമിൻ്റെ പുത്രനാണ്. അത് ആവർത്തിച്ച് പറയുന്നത് ഈ അള്ളാഹുവിൻ്റെ പുത്രൻ എന്ന് ആവർത്തിച്ച് പറയുന്നവർക്കുള്ളൊരു മറുപടി പോലെ നമുക്ക് ആ രൂപത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആളുകളുടെ ശ്രദ്ധയിലേക്ക് മറിയമിൻ്റെ പുത്രനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ ആ ഒരു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ വിളിച്ചത് എങ്ങനെയാണ്? യാ ബനി ഇസ്രാഈല എന്നാണ് വിളിച്ചത്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് വിളിച്ചത്? യാ ഖൗമി എന്നാണ് വിളിച്ചത്, എൻ്റെ സമൂഹമേ എന്നാണ്. ഇവിടെ ഇസ്രായേൽ സന്തതികളെ, ബനു ഇസ്രായേൽ എന്നുള്ള രൂപത്തിലാണ് വിളിക്കുന്നത്. എന്താണ് ആ ഒരു വ്യത്യാസത്തിൻ്റെ കാരണം? അതിനെക്കുറിച്ചും പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കാലത്ത് ഈ ഇസ്രായേലിയർ എന്ന് പറയുന്ന ആ വിഭാഗം അവർ അത്രത്തോളം ആ പേരിൽ പ്രശസ്തരായിരുന്നില്ല, അറിയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് യാ ഖൗമി എന്ന് വിളിച്ചു. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്ക് അവരെ വ്യക്തമായിട്ട് ആ പേര് കൊണ്ട് തന്നെ അറിയാം. അതുകൊണ്ട് അവരെ ആ അറിയപ്പെട്ട പേരിൽ തന്നെ വിളിച്ചു. ഇതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം, ഈ ഒരു ഇസ്രായേലിയർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കാലം തൊട്ട് തന്നെ അവർ വളരെയധികം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എതിർത്തിരുന്നു. ശേഷം അവർ പല വിഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ അവർ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പല രൂപത്തിലും അവർ വേർതിരിഞ്ഞു പോയി. അങ്ങനെ വേർതിരിഞ്ഞു പോയൊരു സമൂഹമായതുകൊണ്ട് തന്നെ അവരെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് യാ ഖൗമി എൻ്റെ സമൂഹമേ എന്ന് വിളിക്കുമ്പോൾ അതിൽ ആരാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതേസമയത്ത് യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാവരെയും, ഏതൊക്കെ രൂപത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും എങ്ങനെയൊക്കെ വ്യതിചലിച്ച ആളുകളാണെങ്കിലും അവരെല്ലാവരെയും ഒന്നടങ്കമാണ് ക്ഷണിക്കുന്നത്, യാ ബനി ഇസ്രായേല. എന്നിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണ്? ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ഇവിടെ മറ്റൊരു കാര്യവും മനസ്സിലാക്കാനുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ ഒരു ഇസ്രായേൽ സമൂഹത്തിലേക്ക് മാത്രമായി വന്ന പ്രവാചകനാണ്. അല്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നേർമാർഗം കാണിക്കുക എന്നുള്ള രൂപത്തിൽ വന്നതല്ല. ആ ഒരു പ്രവാചകൻ ആ ഒരു സമൂഹത്തിലേക്ക് മാത്രമായി വന്നതാണ്. കൃത്യമായിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള, അതായത് ഇസ്രായേലിയരിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ്. എന്തിനാണ് വന്നത്? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി, തൗറാത്തിനെ സത്യപ്പെടുത്താൻ വേണ്ടി, എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇതിനും പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഈ തൗറാത്തിനെ തന്നെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്, അല്ലാതെ അത് നിഷേധിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ മുമ്പ് വന്നിരുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ നിങ്ങളോട് പറഞ്ഞത്
ആ പറഞ്ഞ കാര്യം, ആ തൗറാത്ത്, ആ പറഞ്ഞ കാര്യം സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. അതിനെ നിഷേധിക്കാൻ വന്ന ആളല്ല. ഞാനൊരു പുതിയ മതവുമായിട്ട് വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ തുടർച്ചക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ അംഗീകരിക്കണം. അദ്ദേഹം നിങ്ങളുടെ പ്രവാചകനായിരുന്നു. അദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. അതിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം, തൗറാത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. തൗറാത്തി എന്ന് പറയുമ്പോൾ തൗറാത്തിൽ നിന്ന് തൗറാത്തിനെ മൊത്തമായിട്ട് സത്യപ്പെടുത്താൻ ഇപ്പോൾ പറ്റൂല. കാരണം നിങ്ങളതിൽ പലതും കൈകടത്തലുകൾ വരുത്തിയിട്ടുണ്ട്, പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പലതും ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണോ അള്ളാഹു നൽകിയ ആ ഒരു തൗറാത്തിൽ ഉള്ളതായിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നത് അതിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. രണ്ടാമത്തെ ഒരു വിശദീകരണം അങ്ങനെ. മൂന്നാമത്തെ ഒരു വിശദീകരണം, മുമ്പത്തെ തൗറാത്തിൽ എൻ്റെ വരവിനെക്കുറിച്ച് അതിനകത്ത് സൂചനയുണ്ട്, പരാമർശമുണ്ട്. അതിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. അതായത് ഞാൻ വരും എന്നുള്ള കാര്യം തൗറാത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ആ തൗറാത്തിൽ പറഞ്ഞ കാര്യം ശരിയായി പുലരണമെങ്കിൽ ഞാൻ വരണമല്ലോ. അപ്പോൾ ഞാൻ വന്നു അതിനെ സത്യപ്പെടുത്താൻ വേണ്ടി. ഞാൻ വന്നതോടുകൂടി അതിൽ പറഞ്ഞ കാര്യം സത്യമായി. അത് സത്യപ്പെടുത്താനാണ് എൻ്റെ വരവ്. മറ്റൊരു വിശദീകരണം, തൗറാത്തിൽ പറഞ്ഞ ഒരു അന്ത്യപ്രവാചകനുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അദ്ദേഹം വരും എന്നുള്ള കാര്യം തൗറാത്തിലുണ്ട്. അത് ഞാനും കൂടെ പറയാൻ വേണ്ടി, അതിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. അതാണ് മറ്റൊരു വിശദീകരണം. പിന്നെ തൗറാത്തിനെ തന്നെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്, മറ്റൊന്നിനെയും സത്യപ്പെടുത്താനല്ല, തൗറാത്തിനെ തന്നെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇങ്ങനെ പല വിശദീകരണങ്ങളും ഇതിനുണ്ട്. എല്ലാം ശരിയാണ്. മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. എന്തിൻ്റെ സന്തോഷവാർത്ത? ഈ ഒരു മുബശ്ശിർ എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിൽ 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ 4 പ്രാവശ്യവും അത് വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു പ്രാവശ്യം, അതായത് ഇവിടെ മാത്രം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുബശ്ശിർ എന്ന് പറയുമ്പോൾ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിൻ്റെ സന്തോഷവാർത്തയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയിക്കുന്നത്? ബി റസൂലിൻ, ഒരു ദൂതനെക്കുറിച്ച്. യഅ്തി, അദ്ദേഹം വരും, മിൻ ബഅദി, എനിക്ക് ശേഷം, ഇസ്മുഹു, അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് എന്നായിരിക്കും. അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ എനിക്ക് ശേഷം വരും എന്ന സന്തോഷവാർത്ത അറിയിക്കാൻ, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ് വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അഹ്മദ് എന്നുള്ള ആ ഒരു പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. അഹ്മദ് എന്നുള്ള പേര് 2 രൂപത്തിൽ വരാം. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണല്ലോ അർത്ഥം. ഹാമിദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ എന്നാണ്. അതിൻ്റെ ഇസ്മു തഫ്ലീൽ, അതായത് അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം, അതാണ് അഹ്മദ്, ഏറ്റവും നന്നായി സ്തുതിക്കുന്നവൻ, ഏറ്റവും അധികം സ്തുതിക്കുന്നവൻ എന്നർത്ഥത്തിൽ. ഇനി മഹ്മൂദ് എന്നുള്ളതിൽ നിന്നും ഇത് വരാം, അഹ്മദ് എന്നുള്ള പദം വരാം. മഹ്മൂദ് എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെടുന്നവൻ, പുകഴ്ത്തപ്പെടുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇസ്മു തഫ്ദീൽ എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ അഹ്മദ്, ഏറ്റവും നന്നായി പുകഴ്ത്തപ്പെടുന്നവൻ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നന്നായി പുകഴ്ത്തപ്പെടുന്നവൻ എന്ന ആ രൂപത്തിലും ഇത് വരാം. അപ്പോൾ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പേരാണ്. ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഹ്മദ് എന്നുള്ള പേരുള്ള കാര്യം. അപ്പോൾ എനിക്ക് ശേഷം അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വരും എന്ന സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്തി, അദ്ദേഹം വ്യക്തമായ തെളിവുകളുമായി എന്നിട്ട് വന്നപ്പോൾ. ആര്? അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷം മുഫ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ എന്നാണ്. കാരണം അദ്ദേഹം വന്നപ്പോൾ, ആര് എന്ന് പറയാതെ അദ്ദേഹം വന്നപ്പോൾ എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പ് എന്താണ് പറഞ്ഞു നിർത്തിയത് നോക്കും. തൊട്ട് മുമ്പ് അഹ്മദ് എന്നുള്ള ആ ഒരു പ്രവാചകനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്ന രൂപത്തിലും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ യോജിക്കുന്നതായിട്ട് മനസ്സിലാവുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ. ഖാലു, ആ സമയത്ത് അവർ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആളുകൾ പറഞ്ഞു, ഹാസ സിഹ്റു മുബീൻ, ഇത് വ്യക്തമായ ഒരു ജാലമാണ്, ഇതൊരു മായാജാലമാണ്, ഒരു മാജിക്കാണ്, അല്ലെങ്കിൽ ഇതൊരു കബളിപ്പിക്കലാണ്. നിങ്ങൾ ഈ കാണിക്കുന്ന ഖുർആൻ എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങളും, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും അത്
ആളുകളെ കബളിപ്പിക്കുന്നൊരു സംഗതിയാണ്. ഇവിടെ സിഹ്ർ എന്ന് പറഞ്ഞാൽ മാരണം എന്ന അർത്ഥത്തിലല്ല. ഇവിടെ അതൊരു കബളിപ്പിക്കൽ, ആളുകളെ പറ്റിക്കലാണ്. ഇത് ശരിയായ കാര്യമല്ല. നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടൊരു മായാജാലമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ആളുകളെ കബളിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു മനസ്സിലാക്കി തരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മുൻകാല പ്രവാചകന്മാരുടെ അനുയായികൾ അവരോട് എതിർത്ത് നിന്നതുപോലെ നിങ്ങളും എതിർത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റേതായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായ ശിക്ഷകൾ വരും എന്നുള്ള കാര്യമാണ് ഈ ആയത്തിലൂടെയും അള്ളാഹു അറിയിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വഇദ് ഖാല ഈസബ്നു എന്നുള്ളിടത്ത് ബ ഇന് സുക്കൂന് വന്നു. അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. മറിയമ്മ യാ ബനീ എന്നുള്ള ആ നീട്ടലിനെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. കാരണം ആ നീട്ടലിന് ശേഷം ഒരു ഹംസ വന്നിട്ടുണ്ട്, ഇസ്രായേൽ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസ. അത് പക്ഷേ വേറൊരു പദത്തിലാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മദ് മുൻഫസിൽ എന്ന് പറയും. അതേസമയം ഇസ്രായേൽ എന്നുള്ളതിൻ്റെ ഇടയിൽ ഇസ്രാ എന്നുള്ള ഒരു റാഇൻ്റെ നീട്ടൽ, അത് നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. കാരണം മദ്ദും ഹംസയും അടുത്തടുത്താണ്. റാ എന്നുള്ള നീട്ടലിന് ശേഷം ഈ അത് ഹംസയാണ്. അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്ന് ഒരേ പദത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അതിനെ മദ് മുത്തസിൽ എന്നാണ് പറയാം. ഇന്നി നൂനിൻ്റെ ശബ്ദ് മണിക്കണം. റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ. അവിടെ ഇലൈക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, പിന്നീട് വന്നത് ഹറക്കത്തുള്ള മീമ്. അപ്പോൾ ഒരേ അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നു, അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണ്. അങ്ങനെയാകുമ്പോൾ രണ്ടും കൂടെ ലയിപ്പിക്കണം. അതിനെ ഇദ്ഗാം മുതമാസിലൈനി എന്നാണ് പറയുക. അപ്പോൾ 2 മീമുകളെയും കൂടെ ലയിപ്പിച്ച് ഒറ്റ മീമാക്കിയാൽ മതി, ഷദ്ദുള്ള മീം. അതുകൊണ്ടാണ് മുസദ്ദിഖൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള മീമിന് ഷദ്ദ് ഇട്ട് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഇലൈക്കും എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമ് പറയാതെ മുസദ്ദിഖൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള മീമിന് ഷദ്ദ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇലൈക്കും മുസദ്ദിഖൻ, അങ്ങനെ മീമിന് ഷദ്ദ് കൊടുക്കുമ്പോൾ മീമിനെ മണിച്ചിട്ട് വേണം പറയാൻ. മുസദ്ദിഖൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഖാഫിന് തൻവീനുണ്ട്. അതിനുശേഷം വരുന്ന അക്ഷരം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന് വന്നാൽ ആ നൂനിൻ്റെ ശബ്ദം ഉച്ചരിക്കാതെ അത് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് അതിന് പറയാം. അപ്പോൾ മുസദ്ദിഖല്ലിമ, മുസദ്ദിഖൻ എന്ന് പറയില്ല, മുസദ്ദിഖ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാമിന് ശബ്ദുള്ള രൂപത്തിൽ മുസദ്ദിഖല്ലിമ ബൈന യദയ്യ മിനത്ത് തൗറാത്തി വ മുബശ്ശിറൻ. മുബശ്ശിറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനുണ്ട്. അതിനുശേഷം ബ ആണ്. ബാഇൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ അവിടെ നമ്മൾ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ അല്ലെങ്കിൽ ആ സുക്കൂനുള്ള നൂനിനെ മീമാണ് എന്ന് വിചാരിക്കണം, സുക്കൂനുള്ള മീമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവിടെ ഒരു മണിക്കുക, ഒരു ഇഖ്ഫാഓട് കൂടിയുള്ള മണിക്കൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചുണ്ട് മുഴുവനായിട്ട് കൂട്ടാതെ ബ പറയാൻ വേണ്ടി ചുണ്ട് കൂട്ടുക. അപ്പോൾ വ മുബശ്ശിറംബി, അവിടെ മുബശ്ശിറൻ എന്നല്ല മുബശ്ശിറം, മീമിലേക്കാണ് പോകേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആ മുബശ്ശിറൻ എന്ന റാഇൻ്റെ തൻവീനുള്ള ഒരു വരട്ടിട്ട് അടുത്ത വരക്ക് പകരം ഒരു വാല് താഴേക്കുള്ള മീം അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇഖ്ലാബ് എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. അതായത് നൂനിനെ മീമാക്കി മാറ്റിമറിക്കുക, ഇഖ്ലാബ് ചെയ്യുക. ഇനി ബി റസൂലിയ എത്തി, റസൂലിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അതിനുശേഷം യാ ആണ്. യാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന ബി റസൂലിയത്തി യത്തി മിൻ ബഅദി. ഇവിടെയും തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഇഖ്ലാബിൻ്റെ നിയമം. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാണെന്ന് വിചാരിക്കുക. അത് സൂചിപ്പിക്കാൻ അവിടെ ഒരു മീം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, മുകളിൽ ചെറിയൊരു മീമ്. അപ്പോൾ മിൻ ബഅദി, മിൻ എന്നല്ല എൻ എന്നുള്ള ഉച്ചാരണമല്ല വരേണ്ടത്, മീമിലേക്കാണ് പോകേണ്ടത്. മിൻ ബഅദി ഇസ്മുഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹ ഉലമീറുണ്ട്, ഹു എന്നുള്ളത്. അതിനെ നീട്ടണ്ടേ? അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കണം. ഇവിടെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് നീട്ടണം. ഇനി ശേഷം വരുന്ന അക്ഷരം ഹംസയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ആ നീട്ടലിനെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. നമ്മളതിനെ മദ്ദുസിലത്തുൽ കുബ്ര എന്നാണ് പറയാം. എന്നാൽ തൊട്ട് ശേഷം വന്നത് ഹംസ അല്ലാത്ത മറ്റേതെങ്കിലും അക്ഷരങ്ങൾ ഹർക്കത്തോടു കൂടി വരികയാണെങ്കിൽ അത് മദ്ദുസിലത്തു സുഗ്റയാവും. ഇവിടെ മദ്ദുസിലത്തുൽ കുബ്ര അല്ലെങ്കിൽ മദ്ദുസിലത്തു തവീല. അപ്പോൾ ഇസ്മുഹു
അതിന് നമുക്ക് 4 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അത് സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവും അതിൻ്റെ മുകളിൽ ആ നീട്ടാനുള്ള മദ്ദിൻ്റെ അടയാളവും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അഹ്മദ് എന്ന് കഴിഞ്ഞിട്ടൊരു സിലി കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് പറ്റുവാണെങ്കിൽ. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ അഹ്മദ് എന്നുള്ളതിന് ആ ദാലിന് സുക്കൂന് കൊടുത്ത് പറയുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാവും. അപ്പോൾ അഹ്മദ് ദ് എന്നുള്ളത് എടുത്ത് പറയണം. ഫലമ്മ മീമിൻ്റെ ശബ്ദ് മണിക്കുക. ജാ അ മദ്ദും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിൽ അടുത്തടുത്ത് വന്നു. മദ് മുത്തസിൽ നിർബന്ധമായും 4 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം. ജാ അഹും ബിൽ ബയ്യിനാത്തി. ജാ അഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള മീമ്, ശേഷം ബ ആണ്. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വരുമ്പോൾ ചെറിയൊരു മണിക്കലോട് കൂടി, ഒരു ഇഖ്ഫാഓട് കൂടി അവിടെ പാരായണം ചെയ്യണം. നമ്മൾ ആ ഇഖ്ലാബിൻ്റെ നിയമം പറഞ്ഞില്ലേ, അതേപോലെ. അപ്പോൾ ജാ അഹും ബിൽ ബയ്യിനാത്തി ഖാലു ഹാദ സിഹ്റുൻ. സിഹ്റുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം വരുന്നത് മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ സിഹ്റുമ്മു സിഹ്റുമ്മു. മുബീൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള നൂനിന് സുക്കൂനിട്ടിട്ട് നിർത്തുക അവിടെ പാരായണം നിർത്തുമ്പോൾ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു ബി എന്നുള്ള നീട്ടിൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലാവും. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ وَمُبَشِّرًا بِرَسُولٍ يَأْتِي مِنْ بَعْدِي اسْمُهُ أَحْمَدُ فَلَمَّا جَاءَهُم بِالْبَيِّنَاتِ قَالُوا هَذَا سِحْرٌ مُبِينٌ. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ ഒരു ആയത്തിൽ ഒരു ഭാഗം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് വഖത്തഅലമൂന എന്ന് പറഞ്ഞ സമയത്ത് അവിടെ സാധാരണഗതിയിൽ ഖദ് എന്നുള്ള ആ ഒരു പദം മാളിയായ പദങ്ങൾക്ക് മുമ്പിൽ വന്നാലാണ് തീർച്ചയായും. ഇവിടെ മുലാരി ആയിട്ടും അവിടെ തീർച്ചയായും എന്നുള്ള അർത്ഥമാണെന്ന് പറഞ്ഞു, എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തഅലമൂന എന്നുള്ളത് അത് മുലാരിയായ പദമാണ്, പക്ഷെ അതിന് മുമ്പിൽ ഖദ് വന്നിട്ടും നമ്മൾ തീർച്ചയായും എന്നുള്ള അർത്ഥം കൊടുത്തു. അതിൻ്റെ കാരണം ആ തഅലമൂന എന്നുള്ളതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൽ ഒരു മാളി കൂടെ അടങ്ങിയിട്ടുണ്ട്. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് പറയുകയായിരുന്നല്ലോ, എൻ്റെ സമൂഹമേ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവിടെ അവർക്ക് അറിഞ്ഞിട്ടുണ്ട്, മുമ്പേ അവർക്ക് അറിയാം. അത് ആദ്യം അറിയുന്ന കാര്യമാണ്. ആ പറയുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാം ഇത് ഞങ്ങളിലേക്ക് വന്ന പ്രവാചകനാണെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാളിയും മുലാരിയും അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ തീർച്ചയായും എന്നുള്ള അർത്ഥം അവിടെ കൊടുക്കാനുള്ള കാരണം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിലെ ഗ്രാമറിലേക്ക് വരാം. വഇദ് ഖാല, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്. ഇത് എന്നുള്ളത് ലർഫ് സമാൻ, ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന പദം. ഖാല എന്നുള്ളത് മാളിയായ പദമാണ്, അതായത് പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. ഖാല പറഞ്ഞു, ആരാണ് പറഞ്ഞത്? അതിൻ്റെ ഉത്തരം ആരാണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഉത്തരം അത് ഫായിലായിരിക്കും, അല്ലെങ്കിൽ സബ്ജക്റ്റ് കർത്താവായിരിക്കും. ഇവിടെ ഖാല ഈസ ഇബ്നു മറിയം. അപ്പോൾ ഈസ എന്നുള്ള ആ പദമാണ് ഇവിടെ ഫായിൽ അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും, സാധാരണഗതിയിൽ ലമ്മ് കൊണ്ടാണ്. പക്ഷേ ഈസ എന്നുള്ള ഇത്തരം പദങ്ങളൊക്കെ ഇസ്മു ആലം എന്നാണ് പറയാം. അതിന് റഫിൻ്റെ സ്ഥാനത്താണെങ്കിൽ റഫ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റില്ല, അത് റഫ് ആണ്, അതിന് റഫ് ആണെന്ന് നമ്മൾ പറയും. ഇനി ഇബ്നു എന്നുള്ളത് ആ ഈസ എന്നുള്ള പദത്തെ ഒന്നുകൂടെ വിശദീകരിക്കുന്ന പദമാണ്, അതിനെ ബദൽ എന്നാണ് പറയുക. അപ്പോൾ ബദലായിട്ട് വന്ന പദമാണ് ഇബ്നു. ഈസ എന്നുള്ള പദത്തിൻ്റെ ഇറാബ് എന്താണോ അത് തന്നെയാണ് ഈ ഒരു ബദലായിട്ട് വന്ന പദത്തിനും കിട്ടേണ്ടത്. ഈസ എന്നുള്ള പദത്തിന് റഫ് ആണ് നമ്മൾ പറഞ്ഞു, ഫായിലായതുകൊണ്ട്. അതുകൊണ്ട് ഇബ്നു എന്നുള്ള പദത്തിനും റഫ് തന്നെ കിട്ടണം. ഇവിടെ നമുക്ക് ഇബ്നു എന്നുള്ള പദത്തിന് ലമ്മ് കൊണ്ട് തന്നെ റഫ് കാണിക്കാൻ പറ്റും, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇബ്നു മറിയമ എന്നെടുത്തു കഴിഞ്ഞാൽ മറിയമിൻ്റെ മകൻ, അങ്ങനെ പറയുമ്പോൾ ഇബ്നു എന്നുള്ളതിനെ മറിയമിലേക്ക് ചേർത്തിരിക്കുകയാണ്. മുലാഫ് മുലാഫിൻ ഇലൈഹിയാണ്. മറിയം എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനും കൊണ്ടോ. പക്ഷേ ഈ മറിയം എന്നുള്ള പദവും നേരത്തെ പറഞ്ഞ പോലെ ഇസ്മ ആലമാണ്. അതിന് നമുക്ക് കസ്ർ ഇടേണ്ടി വന്ന സന്ദർഭം വന്നാൽ അതിന് ഫത്ത് കൊണ്ടാണ് ആ കസ്ർ സൂചിപ്പിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും അതിന് കസ്ർ ഇടണം എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഫത്താണ് കൊടുക്കുക. അപ്പോൾ കസ്റിനെ ഫത്ത് കൊണ്ട് സൂചിപ്പിക്കുന്നു ഇസ്മ ആലമായതുകൊണ്ട്. ഇനി യാ ബനി ഇസ്രാഈല എന്നെടുത്തു കഴിഞ്ഞാൽ
യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്, അദാത്തിന് ഇതാ ആണ്. ബനി എന്നുള്ളത് നെസ്ബ് കിട്ടിയ പദമാണ്, അതായത് ബനൂന എന്നാണ് റഫിൻ്റെ രൂപം, ബനീന എന്നുള്ളതാണ് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപം. ഇവിടെ നെസ്ബ് കിട്ടിയ ഒരു ഇസ്മാണ് ബനി എന്നുള്ളത്. ഇനി ആ ഒരു ബനി എന്നുള്ളതിനെ ഇസ്രായേല എന്നുള്ളതിലേക്ക് ചേർത്തു, നേരത്തെ ഇബ്നു മറിയം പറഞ്ഞ പോലെ. അപ്പോൾ ഇസ്രായേൽ എന്നുള്ളത് മുലാഫിൻ ഇലഹിയാണ്. മുലാഫിൻ ഇലഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീന് കൊണ്ടോ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മറിയം എന്നുള്ള ആ ഒരു പദം പരിചയപ്പെട്ട പോലെ ഇസ്രായേൽ എന്നുള്ള പദവും ഇസ്മ അലമാണ്. അതിന് നമുക്ക് കസ്റിടേണ്ട ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അതിന് ഫതഹ് കൊണ്ടാണ് കസ്റിനെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ഇസ്രായേല എന്നെഴുതിയത്. ഇന്നയുടെ കൂടെ യാ മുത്തകല്ലിം ചേർന്നു. അപ്പോൾ ഇന്നയുടെ ഇസ്മ് ആ ഒരു യാ ആണ്, അതാണ് ഇന്നയുടെ ഇസ്മ്. ഇന്നയുടെ ഇസ്മിന് സാധാരണഗതിയിൽ നെസ്ബാണ്, പക്ഷേ അവിടെ നമുക്ക് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. ഇനി ഇന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും, അത് റസൂലു എന്നുള്ള പദമാണ്, അത് ഇന്നയുടെ ഖബറാണ്, അതിന് റഫ് കിട്ടിയിട്ടുണ്ട്, ലമ്മ് കൊണ്ട് അവിടെ റഫ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി റസൂൽ എന്നുള്ള പദത്തെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. അപ്പോൾ റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ ദൂതൻ. അങ്ങനെയാകുമ്പോൾ അള്ളാഹു എന്നുള്ള ആ ഒരു പദം മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ജറാണ് കിട്ടേണ്ടത്. അവിടെ ജറിട്ട് കൊടുത്തിട്ടുണ്ട്, കസ്റ് കൊണ്ട് തന്നെ ജറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുസദ്ദിഖൻ എന്നുള്ള പദം അവസ്ഥയെ സൂചിപ്പിക്കുന്ന, ഹാലിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്ക് നെസ്ബാണ് കിട്ടുക. അതുകൊണ്ടാണ് മുസദ്ദിഖൻ ഫതഹ് തൻവീൻ ഇട്ട് കൊടുത്തത്. ലിമാ ബൈന യദയ്യ, അവിടെ ബൈന യദയ്യ എന്ന് എടുത്തു കഴിഞ്ഞാൽ ബൈന എന്നുള്ളത് ലർഫ് മക്കാനാണ്, ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ബൈന, ഇടയിൽ എന്നുള്ളത്. യദുൻ എന്ന് പറഞ്ഞാൽ കൈ, യദാനി രണ്ട് കൈകൾ. അത് നെസ്ബിൻ്റെയും ജറിൻ്റെയും രൂപം കിട്ടുമ്പോൾ യദൈനി എന്നാവും, രണ്ട് കൈകൾ. ലർഫ് മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അങ്ങനെയാകുമ്പോൾ മുലാഫിൻ ഇലഹിക്ക് ജറാണ് കിട്ടുക. മിനത്ത് തൗറാത്തി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, മിന്നിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. തൗറാത്ത് എന്നുള്ളത് ജറ് കിട്ടിയ അവസ്ഥയിലാണ്. മുബഷിറൻ, ഈ മുബഷിർ എന്നുള്ള പദം മുസദ്ദിഖ് എന്നുള്ള പദത്തിലേക്ക് മഅത്തൂഫാണ്, ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മുസദ്ദിഖൻ എന്നുള്ളതിൻ്റെ അതേ അടയാളം തന്നെ ഇറാബാണ് ഇതിനും വരിക. മുസദ്ദിഖൻ, മുബഷിറൻ രണ്ടിനും ഒരേപോലെയാണ് വരിക. ബി റസൂലിൻ, അവിടെ റസൂൽ എന്നുള്ളതിൻ്റെ മുമ്പിൽ ബി വന്നു, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, ബിക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം, അതുകൊണ്ടാണ് ബി റസൂലിൻ എന്നെഴുതിയത്. അതുപോലെ തന്നെ ബിൽ ബയ്യിനാത്തി എന്ന് എടുക്കുകയാണെങ്കിൽ ബി ഹർഫ് ജറാണ്, ബയ്യിനാത്ത് ജറിൻ്റെ സ്ഥാനത്താണ്. ഇനി ഹാദ സിഹ്റും മുബീൻ എടുക്കുകയാണെങ്കിൽ സിഹ്ർ എന്നുള്ള ആ ഒരു പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് മുബീൻ. അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപം കിട്ടിയിട്ടുണ്ടാവും, സിഹ്റുൻ മുബീനുൻ, രണ്ടും ഒരേ രൂപത്തിലുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.